വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഹെൽത്തി മയോണൈസ് എന്ന് തന്നെ പറയാം. ഇതിൽ നമ്മൾ ഓയിലോ അതുപോലെ തന്നെ മുട്ടയോ കാഷ്യൂ നട്ട്സോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പാല് കൊണ്ടാണ്. പാല് കൊണ്ട് നമ്മൾ പനീറാക്കിയിട്ട് ആ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ കുബൂസായിട്ടും അതുപോലെ ബ്രെഡിലോ അതുപോലെ തന്നെ ചിക്കൻ എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസോ ഏത് രീതിയിൽ നമുക്കിത് ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മയോണൈസ് എങ്ങനെയാണോ കഴിക്കുന്നത് ആ രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പം നോൺ വെജ് കഴിക്കാത്തവർക്കും ഈ ഒരു രീതിയിൽ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ മുട്ടയും ഓയിലും ഒന്നും ചേർക്കാത്ത മയോണൈസ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല ഫ്രഷായ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പഴകിയ പാലൊന്നും എടുക്കണ്ട, ഫ്രഷായ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 ലിറ്ററോളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കൊടുക്കുക. കാരണം കട്ട പിടിക്കാതെ ആ ഒരു പാൽപ്പാടം ആകാതെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഫ്ലെയിം തിളച്ച് വരുമ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടോ നമുക്ക് കാണുമ്പോൾ അറിയാൻ നല്ല തിള വരുന്നുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് തയ്യാറാക്കുന്നത് ഒരു 1.5 ടീസ്പൂണോളം നാരങ്ങാനീരാണ്. നാരങ്ങാനീര് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഫോർക്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സെക്കൻഡ് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതൊന്ന് പിരിഞ്ഞ് വരും കേട്ടോ. നമ്മളിങ്ങനെ പിരിഞ്ഞ് പോയെന്നും പറഞ്ഞ് ഒന്നും എന്താകണ്ട. നമ്മളിത് ഒന്ന് ഫ്രഷായ പാല് പിരിച്ചെടുത്തതാണ്. സാധാരണ പനീറൊക്കെ ഇങ്ങനെയാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ചീത്ത എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ഫ്രഷായ പാല് പിരിച്ചെടുത്തതാണ്. കേടായ അതായത് എക്സ്പയറി ആയ പാലൊക്കെ ഒന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫ്രഷായ പാല്. കണ്ടോ, ഈ ഒരു രീതിയിൽ വലിയ കട്ടകളില്ലാതെ ചെറിയ ചെറിയ കട്ടകളായിട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അധികം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ കട്ടകളില്ലാതെ ചെറിയ ചെറിയ കട്ടകളായിട്ട് നമുക്ക് എടുക്കുക. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതേ ഞാനൊരു അരിപ്പ കൊണ്ട് ഇത് അരിച്ചെടുക്കുന്നുണ്ട്. ചൂടോടുകൂടി തന്നെയാണല്ലോ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് ഇത് നമ്മൾ എന്താ പറയുക, ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ ഒരു ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് ഒന്ന് ചൂടൊന്ന് ആറാൻ വേണ്ടി വെക്കണം. അപ്പോൾ ദേ ഇത്രയും ഉണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1/2 ലിറ്റർ പാല് നമ്മൾ തിളപ്പിച്ച് പനീറാക്കി എടുത്തിട്ട് ഇതുപോലെ എന്താ പറയുക നാരങ്ങാനീര് ഒഴിച്ച് അത് പിരിച്ചെടുത്തിട്ട് ഇത്രയും ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിത് പ്രസ് ചെയ്തൊന്നും ആ വെള്ളമൊന്നും കളയണ്ട. ജസ്റ്റ് ഒന്ന് ആ ഒരു നടുക്കൊരു എന്ത് വെച്ചിട്ട് ആ വെള്ളമൊന്ന് കളഞ്ഞാൽ മാത്രം മതി. സ്പൂണോ ഒന്നും കൊണ്ടൊന്നും നമുക്കിതൊന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. അപ്പോൾ അതേ 10 മിനിറ്റിന് ശേഷം ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വെളുത്തുള്ളിയാണ്. ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1/2 കിലോ ആയതുകൊണ്ട് ഒരു മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചെറുതാണെങ്കിൽ 2 ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വെളുത്തുള്ളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി എന്ന് തന്നെ പറയാം. ഇനി ഒരു നുള്ള് പഞ്ചസാരയും അതുപോലെ ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നാരങ്ങാനീര് അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാരങ്ങാനീരിൻ്റെ സ്ഥാനത്ത് വിനീഗറും, ആദ്യം നമ്മൾ വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ഒരു സ്പൂണോളം പാല്, തണുത്ത പാലാണ് ഒഴിച്ച് കൊടുക്കുക. തിളപ്പിച്ച പാലൊന്നും വേണ്ട, തണുത്ത പാല്. ഇനി നമ്മൾ ഇതിലേക്ക് ബട്ടറാണ്, ഒരു 1/4 ടീസ്പൂണോളം ബട്ടർ. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ, അല്ലെങ്കിൽ ഇതും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. നല്ല സ്മൂത്തായിട്ട് തന്നെ നല്ലതുപോലെ എന്താ പറയുക, എല്ലാം തന്നെ നല്ലതായിട്ട് മിക്സ് ആവുന്നവരെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാല് ചേർത്തെന്ന് വെച്ചാൽ പാല് ഇതൊന്ന് കട്ടയായിട്ട് വരും. നമ്മളെല്ലാം കൂടി ഇത് കാരണം ഇതിനകത്ത് വെള്ളമയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കട്ടയായിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് പാലും കൂടി ചേർത്തിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് ആദ്യം പാലൊഴിക്കാതെ നിന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും അഥവാ കട്ടയാണെങ്കിൽ മാത്രം ഓരോ സ്പൂൺ പാല് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ നല്ല ഹെൽത്തിയായ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്കും ഇപ്പം സാധാരണ
ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത, ഇതിൽ നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ചേർത്തിട്ടില്ല. ഒരു നുള്ള്, ഒരു 1/4 സ്പൂൺ ബട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തിയായ രീതിയിൽ തന്നെയാണ് മുട്ടയോ അതുപോലെ ഓയിലോ കാഷ്യൂ നട്ട്സോ ഒന്നും തന്നെ ചേർക്കാതെ പാല് കൊണ്ടാണ് നമ്മളിവിടെ മയോണൈസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മയോണൈസ് എന്തിനൊക്കെയാണോ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ എല്ലാത്തിനും തന്നെ വളരെ ടേസ്റ്റും, എന്നാൽ നിങ്ങൾ ആ പാലിൻ്റെ ചുവ ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതിലാണ് നമ്മൾ നാരങ്ങ നീരൊക്കെ തന്നെ ചേർത്തത്. ഒട്ടും തന്നെ പാലിൻ്റെ ഒരു ചുവയൊന്നുമില്ല. നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ അത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്രഷായ പാൽ മാത്രം എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ എഗ്ഗ് കൊണ്ടുള്ള മയോണൈസും തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.